ഹായ് ഫ്രണ്ട്സ്, SN ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കൊരു അടിപൊളി യോഗ് ഡിസൈൻ ചെയ്യാം കേട്ടോ. സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. ഒരു 14 ഇഞ്ചസ് യോക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ഏകദേശം ഒരു 3 to 3.5 ഇഞ്ച് വരെ താഴത്തു നിന്ന് ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് പോലെ ചെയ്യുന്നുണ്ട്. കട്ട് ബീഡ്സ് മാത്രം വെച്ച് ഒരു ചെറിയൊരു ഫ്ലവർ പോലെ ചെയ്തെടുക്കുന്ന ഡിസൈനാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 to 3.5 ഇഞ്ച് നമ്മൾ കൊടുത്താൽ മതി. അവിടെ നിന്ന് മേളിലോട്ട് വരുമ്പോൾ ചെറിയ സ്പ്രെഡിങ് പോലെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വൈഡായിട്ടുള്ളൊരു നെക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ചെറിയൊരു വി കട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ നെക്കിൻ്റെ പാറ്റേൺ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ യോക്ക് 14 ഇഞ്ചസാണ്. 3.5 ഇഞ്ചിൽ നമ്മൾ ഈ വർക്ക് കൊടുക്കുന്നുണ്ട്. മേളിലോട്ട് സ്പ്രെഡിങ് കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. അപ്പോൾ ആ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലുള്ള കട്ട് ബീഡ്സ് മാത്രം മതി കേട്ടോ. ഞാനിപ്പോഴുള്ള ഗോൾഡൻ കളർ കട്ട് ബീഡ്സ് ആണ് എടുത്തേക്കുന്നത്. ഇതല്ല, നിങ്ങൾക്ക് ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സാണ് ഇഷ്ടമെങ്കിൽ അതും ചെയ്യാം. പിന്നെ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽ ഏതാണോ അതിന് അനുസരിച്ചുള്ള കട്ട് ബീഡ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഏത് കളർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗോൾഡനാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട നോർമൽ സ്വിങ് ത്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് റെഡാണ്. അതുകൊണ്ട് നമ്മൾ റെഡ് കളർ സ്വിങ് ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞാൽ യോക്ക് 14 ഇഞ്ചാണ്. അവിടെ നിന്നൊരു 3.5 ഇഞ്ചിൽ നമ്മൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. മേളിലോട്ട് വരുമ്പോൾ സ്പ്രെഡിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നമ്മളൊരു കട്ട് ബീഡ് വയ്ക്കുന്നുണ്ട്. പിന്നെ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 5 കട്ട് ബീഡ് കൂടെ വെച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ വർക്ക് നമ്മുടെ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കസ്റ്റമൈസേഷൻ ഉണ്ട് കേട്ടോ. ഈ വർക്കിന് നമ്മൾ നേരത്തെ ഒരു ബ്ലൂ കളറിൽ ഈ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കസ്റ്റമറിന് റെഡ് കളറിലാണ് ഈ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ റെഡ് കളറിൽ ചെയ്യുന്നത് കൊണ്ട് വീഡിയോ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ ഇവിടെ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യോക്കിൽ ഒരു 3.5 ഇഞ്ചിലും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമുക്ക് മേളിലോട്ട് വരുമ്പോൾ സ്പ്രെഡിങ് ആണെന്ന് പറഞ്ഞല്ലോ, ചെറിയ ചെറിയ റൗണ്ട്സ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്കിതുപോലെ സ്പ്രെഡിങ് കൊടുക്കാം കേട്ടോ. സെയിം വർക്ക് തന്നെയാണ്, അതുകൊണ്ട് ഫുള്ള് നമ്മൾ കാണിക്കുന്നില്ല. ഒരൊറ്റ ഡിസൈൻ മാത്രമേ ഇതിൽ വരുന്നുള്ളേ.
ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഫുള്ള് വരുന്നത് കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതുപോലെ ഓരോ കുഞ്ഞു ഫ്ലവേഴ്സ് ചെയ്യുമ്പോഴും ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. 1-2 ബീഡ് ഇടവിട്ട് ഓരോ ലോക്ക് സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ മാത്രമേ നല്ല ഫിക്സ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് ഫുള്ള് നമ്മുടെ വർക്ക് വരുന്ന ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെ വരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കട്ട് ബീഡ്സ് മാത്രം മതി. ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് ചെയ്തേക്കുന്നത്. യോക്കിൽ അത്യാവശ്യം ഒരു 3 to 3.5 ഇഞ്ച് വരെ തിക്കായിട്ടും പിന്നെ മേളിലോട്ട് വരുമ്പോൾ സ്പ്രെഡിങ്ങുമാണ് കൊടുത്തേക്കുന്നത്. വൈഡായിട്ടുള്ളൊരു റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ചെറിയൊരു വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് റെഡ് കളർ ജോർജറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്തേക്കണേ. SN ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.